ഹായ്, ഫിലോസഫി ഫോർ ലിറ്ററേച്ചർ എന്നുള്ള ടെക്സ്റ്റിലെ ഫസ്റ്റ് പോവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ വെസ്റ്റ് റണ്ണിങ് ബ്രൂക്ക്. സോ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പോയിറ്റാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് ഫിലോസഫിക്കൽ തീംസ് ആയിരിക്കും അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെ. 4 തവണ പുളിറ്റ്സർ പ്രൈസ് അദ്ദേഹത്തിന് പോയട്രിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വരികളാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള വെസ്റ്റ് റണ്ണിങ് ബ്രൂക്ക് എന്ന് പറയുന്നത് കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പോമാണ്. അപ്പം അദ്ദേഹത്തിന് വില്യം ജെയിംസ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എഴുതിയ ബുക്കിൻ്റെ ഓതറുണ്ട് വില്യം ജെയിംസ്. ആ ഒരു വില്യം ജെയിംസിൽ നിന്ന് കുറച്ച് ഇൻഫ്ലുവൻസ് കിട്ടി എഴുതിയ ഒരു പോമാണ് വെസ്റ്റ് റണ്ണിങ് ബ്രൂക്ക്. അതായത് കുറച്ച് ഫിലോസഫിക്കലി മൈൻഡാണ് ഈ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിനകത്തും ഈ ഫിലോസഫി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ബ്രൂക്കിൻ്റെ, അതായത് ബ്രൂക്ക് എന്ന് പറയുമ്പോൾ ഒരു റിവറാണ്. അപ്പോൾ ബ്രൂക്കിൻ്റെ ഒരു ഇമേജിൽ എങ്ങനെയാണ് അദ്ദേഹം ലൈഫിലെ ഫിലോസഫി പറഞ്ഞു പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും, അതായത് ന്യൂലി വെഡ്സ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ ഒരു ബ്രൂക്കിനെ കണ്ടിട്ട് അവരുടെ ആ ഒരു ഡയലോഗിലൂടെയാണ് ഈ ഒരു പോയം പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്കിത് നോക്കാം. ഇപ്പോൾ പോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എൻക്വയറിയാണ്. നമ്മുടെ വൈഫ് ഒരു എൻക്വയറി ചോദിക്കുവാണ്. അതായത് അവർക്ക് നടന്ന് അവരിങ്ങനെ വരുവാണ്. ആ സമയത്ത് ഇവർക്ക് ഡിറക്ഷൻ തെറ്റിപ്പോയി ആൻഡ് ദേ ലോസ് ട്രാക്ക് ഓഫ് ദി വേ. അതുകൊണ്ട് വൈഫ് ഇങ്ങനെ നോക്കുവാണ്, അതായത് എവിടെയാണെന്ന്, ഏത് സ്ഥലം എത്തി എന്നിങ്ങനെ വൈഫ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുവാണ്. എവിടെയാണ്? നോർത്ത് എന്ന് ചോദിക്കുവാണ്. അപ്പം അദ്ദേഹം ഡിറക്ഷൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ ബ്രൂക്ക് പക്ഷേ വെസ്റ്റിലോട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് അതുകൊണ്ട് വൈഫ് ഇതിനെ വെസ്റ്റ് റണ്ണിങ് ബ്രൂക്ക് എന്ന് വിളിച്ചു. BROOK. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ബ്രൂക്ക് മാത്രം വെസ്റ്റിലോട്ട് റൺ ചെയ്യുന്നത്? ബാക്കി എല്ലാ ബ്രൂക്സ് എല്ലാം കൂടി ഓഷ്യനിലോട്ട് ഒഴുകി എത്താൻ വേണ്ടി ഈസ്റ്റ് ഡിറക്ഷനിലോട്ടാണ് ഒഴുകുന്നത്. പക്ഷേ ഇത് മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാത്ത് ചൂസ് ചെയ്തു. എങ്ങോട്ടാണ് ഒഴുകുന്നത്? വെസ്റ്റിലോട്ടാണ് ഒഴുകുന്നത്. സോ ഈ ബ്രൂക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുകയും നമ്മുടെ വൈഫിന്. ആൻഡ് അത് ബിക്കോസ് എന്തുകൊണ്ടാണ് ഇതൊരു ഡിഫറെൻറ്റ് വേ ആണ് ചൂസ് ചെയ്തത്. അതായത് ബാക്കി എല്ലാ ബ്രൂക്സും റൺ ചെയ്യുന്നതിന് ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഡിറക്ഷനാണ് ഇത് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അപ്പം നമ്മുടെ വൈഫ് പറയുവാണ്, ഇതിൻ്റെ ഒരു പാത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ചോയ്സിൽ ഇതിന് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വഴി തിരഞ്ഞെടുത്തേക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു ന്യൂലി വെഡായിട്ടുള്ള ഈ ഒരു സ്ത്രീയും അവരുടെ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഈ ഒരു കല്യാണം കഴിച്ചത് എന്താണ്? ഈ മനുഷ്യനെ വിശ്വസിച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ ബ്രൂക്കും തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വഴിയിൽ ഒഴുകുന്നതെന്ന് പറയുന്നതും അതിൻ്റെ പാത്തിൽ അതിന് വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ഇവർ പറയുവാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോയ്സാണ്, അതായത് ബാക്കിയുള്ളവരെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോയ്സിലാണ് ഈ ബ്രൂക്ക് ഒഴുകുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീ ഇയാളെ കല്യാണം കഴിച്ചതും. സോ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്ക്, അതായത് ബ്രൂക്കിനാണെങ്കിലും ഈ വ്യക്തിക്ക്, ഈ സ്ത്രീക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും അവർ ചൂസ് ചെയ്ത പാത്തിൽ വിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ട്. ആൻഡ് അവർക്ക് അറിയത്തില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നോ റിസൾട്ട് എന്താണെന്നോ അവർക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഇവർ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. ബോത്ത് ആർ കൺഫ്യൂസ്ഡ് ആണ്. അവരിപ്പം ന്യൂലി മാരീഡ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ഇതിൻ്റെ ഒരു മാരീഡ് ലൈഫിൻ്റെ എൻഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ഇവർ ലൈഫ് കാത്തു വെച്ചിരിക്കുന്നതെന്നും. ആൻഡ് അതുപോലെ തന്നെ ബ്രൂക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ വെസ്റ്റിലോട്ട് ഒഴുകുന്നത് കൊണ്ട് ബ്രൂക്കിനും ഓഷ്യനിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുമോ എന്നും ബ്രൂക്കിനും അറിയില്ല. സോ ഇവർ ആ ഒരു ബ്രൂക്കും ഈ ഹസ്ബൻഡും വൈഫും ശരിക്കും പറഞ്ഞാൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പെർപ്ലെക്സ്ഡ് ആയിട്ടാണ് ലൈഫിൽ മുന്നോട്ട് പോകുന്നത്. ആൻഡ് അവർ പറയുവാണ് അവരിപ്പം വളരെ കൺഫ്യൂസ്ഡ് ആണ്. ആൻഡ് ദേ കനോട്ട് ഡിസൈഡ് വെദർ ദേ ആർ യങ് അല്ലെങ്കിൽ ന്യൂ. അവർ യങ് ആണോ ന്യൂ ആണോ എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ വയ്യാത്തൊരു പോയിന്റ് ഓഫ് ടൈമിലാണ്, ലൈഫിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് അവർ നിൽക്കുന്നത്. ആൻഡ് അവർ യങ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവർ പ്ലേസിൽ ഈ ഒരു സ്ഥലത്ത് അവർ ന്യൂ ആണ്. ആൻഡ് ഹൗഎവർ പക്ഷേ അവർക്ക് ഈ ഒരു ബ്രൂക്കുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുവാണ്, എസ്പെഷ്യലി വൈഫിന്. അതായത് ബ്രൂക്കും ഇവരെ കണക്ക് തന്നെ ഒരു ഡിഫറെൻറ്റ് പാത്താണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യങ് കപ്പിളിന് അവർക്കറിയാം എന്തോ ഒരു സംതിങ് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ബ്രൂക്കിനും. അതുപോലെ തന്നെ ഹസ്ബൻഡിനും വൈഫിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ദോ ദേ ആർ ഓപ്പോസിറ്റ്സ് ആണെങ്കിൽ പോലും, ക്യാരക്ടറിലും പേഴ്സണാലിറ്റിയിലെല്ലാം അവർ ഓപ്പോസിറ്റ്സ് ആണെങ്കിൽ പോലും അവർക്ക് എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെ തന്നെ ബ്രൂക്കിൻ്റെ അടുത്തോട്ടും. ആൻഡ് ഹൈലി ഇംപ്രസ്ഡ് ഈ ഒരു ബ്രൂക്കിൻ്റെ ബോൾഡ്നെസ് കണ്ട് വൈഫ് പറയുവാണ്, ഹസ്ബൻഡും വൈഫ് മാത്രമല്ല ഇപ്പോൾ ഒരു കണക്ഷൻ ഉള്ളത്, ഈ ബ്രൂക്കുമായിട്ടും എനിക്കൊരു കണക്ഷൻ തോന്നുന്നു എന്ന് പറയുവാണ്. അതായത് ദേ ആർ നോട്ട് 2 but 3. അതായത് ഹസ്ബൻഡും വൈഫും ബ്രൂക്കും തമ്മിലും ഒരു കണക്ഷൻ ഇവർക്ക് വൈഫിന് ഫീൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഈ മനുഷ്യനും, അതായത് വൈഫും ഹസ്ബൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാരീഡാണ്. ആൻഡ് അവർക്ക് തോന്നുവാണ്, ഈ വൈഫിന് തോന്നുവാണ്, നൗ ദേ ആർ ബോത്ത് മാരീഡ് ടു ദ ബ്രൂക്ക്.
ബ്രൂക്കുമായിട്ട് കല്യാണം കഴിച്ച പോലെ, അതായത് ബ്രൂക്കുമായിട്ട് എന്തോ ഒരു സ്ട്രേഞ്ച് കണക്ഷൻ ഇവർക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇവരെ പോലെ തന്നെ ബ്രൂക്കും ഒരു ഡിഫറെൻറ്റ് പാത്താണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവർ ഡിഫറെൻറ്റ് പാത്ത് കല്യാണത്തിന് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഉദ്ദേശം എന്താണ്, ചിലപ്പോൾ ഇവർ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും, ഇവർ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഡിഫറെൻറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് പോലും രണ്ടുപേരും എന്താണ് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, എന്താണ് ലൈഫ് ഇവർക്ക് കൊണ്ടുവരുന്നതെന്ന് ഇവർക്ക് അറിയത്തില്ല. അൺഎക്സ്പെക്റ്റഡ്ലി ഇവരിങ്ങനെ എന്താണ്, അതായത് കണ്ടുമുട്ടുന്നു, കല്യാണം കഴിക്കുന്നു, ഈ ഒരു ബ്രൂക്കിനെ പോലെ. ആൻഡ് അപ്പോൾ നമ്മുടെ വൈഫ് പറയുവാണ്, ബ്രൂക്കിൻ്റെ മുകളിൽ ഒരു ബ്രിഡ്ജ് വേണമായിരുന്നു, അല്ലെങ്കിൽ വേണം എന്നിങ്ങനെ വൈഫ് എക്സ്പ്രസ് ചെയ്യുകയാണ്, ആ ഒരു വിഷ് പറയുവാണ്. ആൻഡ് ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, ഹസ്ബൻഡുമായിട്ട് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ, ബ്രൂക്കിൻ്റെ മുകളിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡുമായിട്ടൊരു കണക്ഷൻ കുറച്ചും കൂടിയേനെ എന്ന് പറയുവാണ്. അതായത് വേറൊന്നുമില്ല, ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും, കുറച്ചും കൂടി ഒന്ന് മൈൻഡ് ക്ലിയർ ആക്കാൻ സാധിക്കും. ഹസ്ബൻഡുമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൂക്കിൻ്റെ മുകളിൽ നമ്മളൊരു ബ്രിഡ്ജ് കൊണ്ടുവരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ ഒരു ബ്രൂക്കിനെ പേടിക്കാതെ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ബ്രൂക്കിനെ അല്ലെങ്കിൽ ബ്രൂക്കിൻ്റെ ഫ്ലോയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നേച്ചറിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഒരു കണക്ഷൻ നമുക്ക് നേച്ചറുമായിട്ട് ഫീൽ ചെയ്യും, എസ്പെഷ്യലി ബ്രൂക്കുമായിട്ടൊരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാം. സേഫ് ആയിട്ടൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് ബ്രൂക്കിൻ്റെ ബ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വൈഫ് പറയുവാണ്, ബ്രൂക്കിൻ്റെ മുകളിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഹസ്ബൻഡുമായിട്ടുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കുറച്ചും കൂടി ഒന്ന് പാഷന് കുറച്ചും കൂടി ഒന്ന് കൂടിയേനെ എന്ന് ഇവർ പറയുവാണ്. ഓക്കെ, ആൻഡ് ദെൻ അതായത് ഈ ബ്രൂക്കിൻ്റെ പുറത്ത് നിന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആംസ് ഒക്കെ ഇട്ട്, അതായത് കൈയൊക്കെ കോർത്ത് പിടിച്ച് അവിടെ വേണമെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുകയോ, അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാതെ വെറീസ് ഒന്നും ഇല്ലാതെ അവിടെ നിന്ന് എത്ര വേണമെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ എത്ര വേണമെന്നുണ്ടെങ്കിലും ഡ്രീംസ് കാണുകയോ ഒക്കെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കാമായിരുന്നു എന്ന് പറയുവാണ്. വൈഫ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൂക്ക് അവരുടെ വോയിസ് കേട്ടിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് ബ്രൂക്ക് അതിൻ്റെ വേവ്സ് വെച്ച് ഇവളെ ഹായ് കാണിക്കുന്ന പോലെ ആർക്ക് തോന്നി, നമ്മുടെ വൈഫിന് തോന്നി. അതായത് ഒരു വേവ് ചെയ്യുന്ന കണക്ക് തോന്നി. അത് ബ്രൂക്സ്, അതായത് റിവർ ആണെങ്കിൽ പോലും അതിനകത്ത് കുഞ്ഞു കുഞ്ഞു വേവ്സ് വരുമല്ലോ, ഓളങ്ങൾ പോലെ വരുമല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ വൈഫിന് തോന്നി അത് ഇവളുടെ സംസാരം കേട്ടിട്ട് ഈ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ട് ബ്രൂക്ക് ഇവളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ തോന്നി, അതായത് വേവ് ചെയ്യുന്നത് പോലെ തോന്നി. ഫ്രെഡ് എന്ന് പറയുന്ന ഇവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സയൻറ്റിഫിക് ആണ്, പുള്ളിക്കാരൻ കുറച്ചും കൂടി പ്രാഗ്മാറ്റിക് ആണ്. അതായത് ഈ ഒരു സംസാരം കേട്ടപ്പോൾ ഫ്രെഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സയൻറ്റിഫിക്കലി എക്സ്പ്ലോർ ചെയ്യുകയാണ് ഫ്രെഡ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് വേവ് എന്ന് പറയുന്നത് നേച്ചറിൻ്റെ ഒരു ഫോഴ്സാണ്, അവിടെ ആര് നിന്നാലും ഈ ഇതിനകത്ത് വേവ്സ് ഉണ്ടാവും, അത് നിനക്ക് തോന്നിയതാണ്, ഇതൊരു നാച്ചുറൽ ഫിനോമിനനാണ്, വർഷങ്ങളായിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വേവ്സ്. സോ നോർമൽ ബിഹേവിയറാണ് ബ്രൂക്കിൻ്റെ, അതായത് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഫ്രെഡ് ഇത് കണ്ടപ്പോൾ തന്നെ എന്താണ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു, അതായത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു. അപ്പോൾ വൈഫ് പക്ഷേ അങ്ങനെയല്ല. വൈഫൊന്നും ഇപ്പോൾ ഫ്രെഡിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് ഒരു കൈൻഡ് ഓഫ് എന്താണ് സയൻറ്റിഫിക്കലി ടെൻറ്റഡ് മൈൻഡ് ഉള്ളതൊരു മനുഷ്യനാണ് ഫ്രെഡ് എന്ന് പറയുന്നത്. എല്ലാത്തിനെയും സയൻറ്റിഫിക്കലി നോക്കുന്ന ഒരാളാണ്, അതായത് കുറച്ച് ഒരു പാഷനേറ്റ് ആയിട്ട് എല്ലാത്തിനെയും നോക്കുന്ന ഒരു മനുഷ്യനല്ല ഫ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഉടനെ തന്നെ മനസ്സിലായി. വൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും കുറച്ചും കൂടി ഇമോഷണലി ഒക്കെ കണക്ട് ചെയ്ത് പാഷനേറ്റ് ആയിട്ടൊക്കെ ഒന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഫ്രെഡ് എന്ന് പറയുന്നത് അതിൻ്റെ തികച്ചും ഓപ്പോസിറ്റായിട്ട് എല്ലാ കാര്യത്തിനെയും സയൻറ്റിഫിക്കലി നോക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഫ്രെഡ് പറയുവാണ് അത് നമ്മളെ വേവ് ചെയ്തതല്ല. പക്ഷേ വൈഫിന് ഒരു ചെറിയൊരു കൺഫ്യൂഷനായി ഇത് കേട്ടപ്പോൾ. വൈഫ് പറയുവാണ്, വൈഫിൻ്റെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് വൈഫ് പറയുവാണ്, അല്ല ബ്രൂക്ക് എന്നെ നോക്കി വേവ് ചെയ്യുകയാണ്, നിങ്ങളെ അല്ല വേവ് ചെയ്തത്, പക്ഷേ എന്നെ നോക്കിയാണ് വേവ് ചെയ്തതെന്ന് വൈഫ് പറയുവാണ്. ആൻഡ് ഓൾസോ ഷീ തിങ്സ് ദാറ്റ് ബ്രൂക്ക് എന്ന് പറയുന്ന എന്തോ ഒരു സീക്രട്ട് മെസ്സേജ് ഇവളുടെ അടുത്ത് കൺവേ ചെയ്യുന്നത് പോലെ തോന്നി. ആൻഡ് അത് സീക്രട്ട് മെസ്സേജ് എന്ന് പറയുമ്പം ഈ ഒരു സീക്രട്ട് മെസ്സേജിന്, അതായത് നമ്മുടെ ഗബ്രിയേൽ മാലാഖ വന്ന് മേരിയുടെ അടുത്ത്, അതായത് നീ ഒരു ദൈവപുത്രനെ കൺസീവ് ചെയ്യാൻ പോവുകയാണ്, അവൻ്റെ പേര് ജീസസ് എന്നാണെന്ന് ഗബ്രിയേൽ മാലാഖ വന്ന് മേരിയുടെ അടുത്ത് സ്വപ്നത്തിൽ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ബ്രൂക്ക് എന്തോ ഒരു സീക്രട്ട് മെസ്സേജ് എന്നോട് പറയാൻ പോകുന്നു എന്ന് നമ്മുടെ വൈഫിന് തോന്നുകയാണെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. ഫ്രെഡ് എന്നിട്ട് ആ സമയത്ത് ലേഡി ലാൻഡ് ആയിട്ടുള്ള ആമസോൺ കൺട്രിയെക്കുറിച്ച് പറയുവാണ്, അതായത് അവിടെ ആണുങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അവിടെ ഹ്യൂമറസ്ലി റിമാർക്ക് ചെയ്യാണ്, ഇപ്പോൾ ഈ വൈഫിന് ബ്രൂക്കിനെ ആ ഒരു ലാൻഡിലോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നിങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറയുവാണ്. അതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ്നെസ് എല്ലാം അങ്ങ് വാനിഷ് ആയേനെ. അതായത് ഈ ഒരു ലേഡി ലാൻഡിലോട്ട് പെട്ടെന്ന് ഈ ഒരു ബ്രൂക്കിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അതായത് അവിടെ ആണുങ്ങൾക്ക് പ്രവേശനമില്ല, സോ ഈ ബ്രൂക്കിനെ നമ്മുടെ വൈഫിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ഓപ്പോസിറ്റ്സ് എല്ലാം അങ്ങ് മാറിയേനെ എന്ന് പറയുകയാണ്. അതായത് ഇവർ തമ്മിലുള്ള ഈ ഒരു തർക്കമുണ്ടല്ലോ അതങ്ങ് മാറിപ്പോയേനെ എന്ന് പറയുകയാണ്. ഹൗവർ നമ്മുടെ വൈഫ് ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. വൈഫ് എന്താണ് ബ്രൂക്കിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ശരിക്കും ആ ഒരു ടോപ്പിക് ഒന്ന് ചേഞ്ച് ആക്കാൻ നോക്കിയാണ്. അപ്പോൾ ഫ്രെഡ് പറയുവാണ്, ബ്രൂക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇദ്ദേഹത്തിന് ഈ ബ്രൂക്കിനെ കാണുമ്പോൾ ഓപ്പോസിറ്റ്സ് അല്ലെങ്കിൽ കോൺട്രറീസിനെയാണ് ഓർമ്മ വരുന്നത്. അതായത് ഈ ഒരു വൈറ്റ് വേവ് എന്ന് പറയുന്നത്
ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ ബ്രൂക്ക് എന്ന് പറയുന്നത് ഈസ്റ്റിലോട്ട് ഓടുന്നതിന് പകരം വെസ്റ്റിലോട്ടാണ് ഒഴുകുന്നത്. ആൻഡ് അതുപോലെ തന്നെയാണ് നമ്മളെന്ന് പറയുന്നത് എന്താണ്, ഈ ബ്രൂക്കിനെ പോലെയാണെന്നാണ് പറയുന്നത്. നമ്മളും ഇതുപോലെ തന്നെ ജനിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരെയും പോലെയും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്. നമ്മളെല്ലാം കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് കുഞ്ഞിലേക്ക്. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു നമ്മൾ സൊസൈറ്റിക്ക് അനുസരിച്ചും ആ സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ബ്രൂക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ മോഷൻ. നമ്മുടെ ലൈഫും അതുപോലെ തന്നെയാണ്. നമുക്ക് തോന്നും വലിയ ചേഞ്ച് ഒന്നും ഇല്ലെന്ന്, പക്ഷേ ലൈഫും നമ്മുടെ ഏജും നമ്മുടെ ടൈം എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ഹസ്ബൻഡിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹം ബ്രൂക്കിനെ വീണ്ടും എന്താണ് പറയുന്നത്, ബിഗിനിങ്സ് ഓഫ് ബിഗിനിങ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് എന്തോ തുടങ്ങാൻ പോവുകയാണ്. അതായത് ബ്രൂക്ക് എന്ന് പറയുന്നത് ഒരു കാര്യം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചേഞ്ച് എന്ന് പറയുന്നത് ബ്രൂക്കിന് പരിചിതമായ ഒരു കാര്യമാണ്. അത് അത്രയും എന്താണ് പറയുന്നത്, ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കും ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ബ്രൂക്ക് പോലെയാണ്. നമ്മുടെ ലൈഫ് നമുക്ക് ചിലപ്പോൾ തോന്നും മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുമെങ്കിലും, പക്ഷേ നമ്മുടെ ലൈഫിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല എന്ന് പറയുവാണ്. എന്നിട്ട് ഫ്രെഡ് പറയുവാണ്, എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ബാലെ ഡാൻസർ പോലെയാണ്. ഒരു കാലിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് സ്പിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അതായത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ശരിയല്ല എന്നാണ് നമ്മുടെ ഫ്രെഡ് വീണ്ടും പറയുവാണ്. അപ്പം ബ്രൂക്ക് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു നോർമൽ പാത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുവാണെങ്കിൽ, അതായത് ഇപ്പം ഈ ഈസ്റ്റിലോട്ട് ഒഴുകേണ്ട ബ്രൂക്ക് വെസ്റ്റിലോട്ട് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ ബിഗിനിങ്ങിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അത് എവിടെ നിന്നാണോ ഒറിജിൻ ചെയ്തത് ചിലപ്പോൾ അത് തിരിച്ച് അതിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത് ഒഴുകി. അത് ബ്രൂക്ക് തിരിച്ചറിയുന്നില്ല. അത് നോർമൽ പാത്താണെന്ന് വിചാരിച്ച് പോവുകയാണെങ്കിലും അത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് അത് ഒഴുകുന്നത്. ആ ഒരു എംപ്റ്റിനെസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയായിരിക്കും, അതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത്, റിയൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും അത് തിരിച്ച് ചിലപ്പോൾ ഒഴുകുന്നത്. ബാക്കി എല്ലാ ബ്രൂക്സും ഓഷ്യനിൽ എത്തിച്ചേരുവാണ്. അത് അപ്പോൾ അതിൻ്റെ എല്ലാം ഐഡൻറ്റിറ്റി ഓഷ്യനുമായിട്ട് യൂണിയൻ ആവുകയാണ്, അല്ലേ, യുണൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഐഡൻറ്റിറ്റി അവിടെ ഓഷ്യനിൽ ലോസ്റ്റ് ആയി പോവുകയാണ്, അല്ലെങ്കിൽ അവിടെ മെർജ് ചെയ്ത് തീരുവാണ്. പക്ഷേ ഈ ബ്രൂക്ക് മാത്രം തിരിച്ച് ഒഴുകുകയാണ്. അതിൻ്റെ റിയൽ ഐഡൻറ്റിറ്റി, അതിൻ്റെ ബർത്ത് പ്ലേസ് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് അറിയാൻ അത് തിരിച്ചൊഴുകുകയാണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഫ്രെഡ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ ഒറിജിൻ തേടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ബാക്ക്വേർഡ്സിൽ ഒഴുകുന്നത്. അപ്പോൾ ആ ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് മാറും എന്നാണ്, അതായത് ആ ഒരു ബ്രൂക്കിൻ്റെ റൂട്ട്സ് തേടിയാണ്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. ലൈഫിൽ എല്ലാവരും അവരവരുടെ റൂട്ട്സ് തേടിയാണ് പോകുന്നത്. പക്ഷെ അത് നമുക്ക് ആ ഒരു എംപ്റ്റിനെസ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ്, നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ചില ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിലും ഹാപ്പൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു എംപ്റ്റിനെസ് ആണ് ഹ്യൂമൻസിൽ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെ നമ്മൾ എല്ലാവരും ചൂസ് ചെയ്ത പാത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എംപ്റ്റിനെസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മൾ പെട്ടെന്നൊരു മൊമെൻറ്റിൽ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടി തോന്നുമെങ്കിലും, പക്ഷേ എന്താണ്, നമ്മൾ ചിലപ്പോൾ നമ്മുടെ റൂട്ടിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. സോ ഇത് തന്നെയാണ് രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ കാര്യത്തിലും ഹാപ്പൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം എവറിത്തിങ്, അതായത് ടൈം ആണെങ്കിലും സ്ട്രെങ്ത് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ലൈഫ് ആണെങ്കിലും ലവ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഡെത്തിലോട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലൈഫിലുള്ള നമ്മുടെ പെർസെപ്ഷൻ തന്നെ മാറിപ്പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്ന, ഈ എർത്തിലുള്ള ലൈഫ് എന്ന് പറയുന്നത് നത്തിങ്നെസ്സിലോട്ടാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഈ ഒരു നത്തിങ്നെസ് ആണ് നമ്മളെ ലൈഫിനെ വിഷമകരമാക്കി മാറ്റുന്നതെന്നാണ് നമ്മുടെ ഫ്രെഡ് പറയുന്നത്. ഹൗഎവർ എന്ത് സംഭവിക്കുകയാണ്, ഡെത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നത്തിങ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി പവർഫുള്ളായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിൽക്കാൻ സാധിക്കും. അപ്പോൾ ബ്രൂക്ക് എന്ന് പറയുന്നത് ബാക്ക്വേർഡ്സിലോട്ട് ഒഴുകുകയാണ്. അതായത് എന്തോ ഒരു റിഗ്രറ്റ് ഇതിൻ്റെ ലൈഫിൽ സംഭവിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി ഒരു ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ബ്രൂക്ക് തിരിച്ചൊഴുകുന്നത്. അപ്പോൾ അതിൻ്റെ റിഗ്രറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രെഡ് അതിനെ വളരെയധികം സേക്രഡ് അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു റിഗ്രറ്റ് ഇതിൻ്റെ ലൈഫിൽ സംഭവിച്ചത് കൊണ്ടാണ് അത് തിരിച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു പാത്ത് ചൂസ് ചെയ്ത് അതിൻ്റെ ഒറിജിൻ കണ്ടുപിടിക്കാൻ വേണ്ടി അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വേവ്സ് എന്ന് പറയുന്നതിന് തന്നെ എബും ഫോളും ഉണ്ട്. അതായത് അത് റൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അത് ലോ ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ലൈഫ് എന്നാണ് പറയുന്നത്. ലൈഫ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, റൈസ് ആൻഡ് ഫോൾ അല്ലെങ്കിൽ സുഖവും ദുഃഖവും കൂടി ഉള്ളതാണ് ലൈഫ് എന്ന് പറയുന്നത്.
അപ്പോൾ എവറി ലൈഫ് ഓൺ ദിസ് എർത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളും നിൽക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യരെന്ന് പറയുന്നതും ടൈമിനനുസരിച്ച് ബ്രൂക്കിനെ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ബ്രൂക്ക് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ ലൈഫ് മുകളിലോട്ട് പോകുന്നത് പോലെയും തിരിച്ചൊഴുകുന്നത് പോലെയും, അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ബ്രൂക്കും ഒഴുകുന്നത്, അല്ലെങ്കിൽ ബ്രൂക്കിൻ്റെ ലൈഫും അതുപോലെ തന്നെയാണ്. ബ്രൂക്കിനെ ആരാണ് തെളിയിക്കുന്നത്, അത് സൺലൈറ്റ് വരുമ്പോഴാണ്. അപ്പോൾ തിരിച്ചാകുമ്പോഴത്തേക്കും പതുക്കെ അത് തിരിച്ചൊഴുകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ എന്തോ ഒരു അൺനോൺ സോഴ്സാണ് നമ്മളെയും സണ്ണിനെയും ആകാശത്തിലോട്ട് ഉയർത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആകാശത്തിൽ സണ്ണിനെ കാണുന്നതും ഏതോ ഒരു അൺനോൺ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇതേ അൺനോൺ ഫോഴ്സ് തന്നെയാണ് ബ്രൂക്കിനെ ഒഴുകാൻ സഹായിക്കുന്നതും, അല്ലെങ്കിൽ ബ്രൂക്കിനെ സൺലൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതും. ഇതേപോലെ തന്നെയാണ് ഹ്യൂമൻ ബീങ്സിന്, നമ്മളെയും ഒരു അൺനോൺ ഫോഴ്സാണ് നമ്മളെയും ഈ ഒരു ഹ്യൂമൻ ഇൻ്റലക്റ്റിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ ഇങ്ങനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മളും എന്ത് ചെയ്യണം, ഈ ഒരു സെൽഫ് റിയലൈസേഷൻ നമ്മളും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഈ ബ്രൂക്കിൻ്റെ കണക്ക് റിയലൈസ് ചെയ്ത് തിരിഞ്ഞു അതൊഴുകിയതുപോലെ നമ്മളും ആ ഒരു സെൽഫ് റിയലൈസേഷൻ്റെ പാത നമ്മളും ചൂസ് ചെയ്യണം. നമ്മളും എന്താണ്, നേച്ചറിൻ്റെ ഭാഗമാണ്. ആൻഡ് വി ഓൾസോ ഫോം നേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ എവറി ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിൻ തേടി ഒഴുകണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഹസ്ബൻഡിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ വൈഫ് എന്ത് ചെയ്യണം, അവസാനം ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്, രണ്ടുപേരും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും രണ്ടുപേരും ഈ ഒരു കാര്യം കേട്ടപ്പോൾ വൈഫും എന്താണ്, ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡെത്തിനെ നമ്മൾ ഹെൽത്തി ആയിട്ട് റെസിസ്റ്റ് ചെയ്യുക, നമ്മൾ സ്റ്റേബിളായിട്ട് നിന്നാലും നമ്മളും എന്ത് ചെയ്യണം, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഒറിജിൻ അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ ഒരിക്കലും കളയരുത്. അപ്പം മാൻ ഓൾസോ അക്സെപ്റ്റ്സ് ദി ഇൻറ്റ്യൂഷൻ ഓഫ് ദി വുമൺ. അതായത് ഇപ്പം രണ്ടുപേരും പറഞ്ഞത് ഒരു കാര്യം തന്നെയാണ്. ബ്രൂക്ക് ഇവളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബ്രൂക്കിൻ്റെ അടുത്തൊരു കണക്ഷൻ നമ്മുടെ വൈഫിന് തോന്നി. ആദ്യം അത് ഹസ്ബൻഡിന് തോന്നിയില്ലെങ്കിലും പിന്നീട് സംസാരിച്ച് വന്നപ്പോൾ ഇയാൾക്ക് മനസ്സിലായി നമ്മളും ബ്രൂക്ക് പോലാണെന്ന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിഫറൻസിന്. അപ്പോൾ രണ്ടു പേർക്കും ഡിഫറൻറ്റ് വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, അവസാനം ഡെത്തിൽ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ബ്രൂക്കിനെ പോലെയാണ്. നമ്മളെല്ലാവരും എന്തിനെ സെർച്ച് ചെയ്ത് നടക്കുവാണ്, ഒരു ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒറിജിൻ, അല്ലെങ്കിൽ നമ്മുടെ റൂട്ട്സിനെ സെർച്ച് ചെയ്ത് നടക്കുവാണെന്നുള്ള സത്യം ഈ ഭാര്യയും ഭർത്താവും ലാസ്റ്റ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൺക്ലൂഡിങ് ലൈൻസ് ഓഫ് ദ പോയം എന്ന് പറയുന്നതും ലവ് എന്ന് പറയുന്നൊരു കാര്യമാണ് മാരേജിനെ മീനിങ് ഫുൾ ആക്കി മാറ്റുന്നത്. ഫ്രെഡും വൈഫും എന്ന് പറയുന്ന രണ്ട് ഇൻഡിവിജ്വൽസ് ആണെങ്കിലും അവരെ യുണൈറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ലവ് ആണ്. അതാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് തെളിയിക്കുന്നത് നമ്മുടെ പോയിറ്റ്. അപ്പോൾ പോയം അൾട്ടിമേറ്റ്ലി റിവീൽസ് ദാറ്റ് എന്തൊക്കെ ഓപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് ഓപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അതായത് രണ്ടുപേരും എല്ലാ കാര്യത്തിനും ഒരേപോലെയുള്ള ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരേ അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം ഈസ്റ്റ് റണ്ണിങ് ബ്രൂക്സ് പോലെ ആയിരിക്കും. എപ്പോഴും ചെന്ന് എന്താണ്, മരണത്തിൽ തന്നെ കലാശിക്കും. അതായത് വേറെ ഒരു കൈൻഡ് ഓഫ് എന്ത് കാണത്തില്ല, ഒരു എക്സൈറ്റ്മെൻറ്റ് കാണത്തില്ല. അതായത് ബാക്കി എല്ലാ ബ്രൂക്സും ഈസ്റ്റിലോട്ട് ഒഴുകി ഓഷ്യനിൽ എത്തിച്ചേരുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി അവിടെ കളയുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാവരും ഓഷ്യനിലോട്ട് എത്തിച്ചേരുന്നത് വെച്ചാൽ ഇവിടെ ഡെത്തിലോട്ട് പോകുന്നതെന്നുള്ളൊരു മീനിങ്ങും നമുക്ക് എടുക്കാം, കമ്പയർ ചെയ്യാം. അപ്പോൾ പക്ഷേ ഇവർ ഈ ഒരു ഡിഫറൻസസ് ഉള്ളത് കൊണ്ടാണ് ഫ്രെഡിൻ്റെ വൈഫും തമ്മിലും ഈ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസഗ്രി ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ട് ഒരു മാരീഡ് ലൈഫിലും നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ നമ്മുടെ പോയറ്റ് തന്നെ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പോയത്തിനകത്തൂടെ പോയിട്ട് ഡീപ്പായിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ആമസോണിൻ്റെ ക്വസ്റ്റ്യൻ വരാം. ആമസോൺ എന്ന് പറയുമ്പോൾ അവിടെ ആണുങ്ങൾക്ക് ഒരു ഗ്രീക്ക് മിത്തോളജി സ്റ്റോറിയാണ്. ആമസോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേസിൽ ഔട്ടർ വേൾഡുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല. അവിടെ ഈ ഡോട്ടേഴ്സിന്, അതായത് ഗോഡ് ഓഫ് വാർ അവിടെ ഈ പെൺകുട്ടികളെ മാത്രമാണ് വളർത്തിയെടുക്കുന്നത്. അവരെ എന്നിട്ട് വലിയ വാരിയേഴ്സ് ആക്കി മാറ്റുകയും ചെയ്യും. നമ്മുടെ സിനിമയിൽ വണ്ടർ വുമൺ സിനിമയിലെ ആ വണ്ടർ വുമണിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആമസോണിലാണ് ജനിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സിനിമ കാണുമ്പോൾ അറിയാം. പിന്നെ അതുമാത്രമല്ല, ഈ സ്ത്രീകൾക്കെന്ന് പറയുന്ന റൈഡിങ് സ്കിൽസും കറേജും പ്രൈഡും, അതായത് ആണുങ്ങളെ പോലെ തന്നെ അവർക്കും അത്രയും എബിലിറ്റീസും സ്കിൽസും കാണും. പിന്നെ അതുപോലെ തന്നെ അപ്പം പക്ഷേ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. അത് ഈ ഗ്രീക്ക് സൊസൈറ്റിക്ക് ഓപ്പോസിറ്റാണ്. അതുകൊണ്ടാണ് ഹസ്ബൻഡ് അവിടെ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, ഓപ്പോസിറ്റ്സ് ഉണ്ട്. നേച്ചറിലാണെന്നുണ്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നേച്ചറും റിലേഷൻഷിപ്സും എല്ലാം എക്സിസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വെസ്റ്റ് റണ്ണിങ് ബ്രൂക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂക്ക് എന്ന് പറയുന്നത് ലൈഫിനെയാണ് കാണിക്കുന്നത്. വെസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഡിറക്ഷൻ എന്ന് പറയുന്നത് ഡെത്തിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനെയാണ് നമ്മളത് കാണിക്കുന്നത്. അങ്ങനെയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്ത് നമുക്ക് എഴുതാം. പിന്നെ ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ളൊരു ടോണാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ ഒരു
ഡ്രമാറ്റിക്കലിയാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണ്, സ്റ്റൈൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡ്രമാറ്റിക്കലിയാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതി പോകുന്നതെങ്കിലും കൂടുതലും സിമ്പിൾസ് മെറ്റഫേഴ്സാണുള്ളത്. ഈ ബ്രൂക്ക് എന്ന് തന്നെ പറഞ്ഞത് തന്നെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ മെറ്റഫറാണ്. ലൈഫുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, ഒരു മാൻ വുമൺ റിലേഷൻഷിപ്പോട്ട് കമ്പയർ ചെയ്യാം. കുറച്ച് ഫിലോസഫിക്കൽ ടോണിലുമാണ് ഇത് എഴുതി പോകുന്നത്. ഡെത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ സെർച്ച് ഫോർ മീനിങ് ഇൻ ലൈഫ്, ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്പോസിറ്റ്സിനെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. തിയറി ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് ഹെറാക്ലിറ്റസ് എന്നുള്ള ഒരു ഗ്രീക്ക് തിങ്കറിൻ്റെ ഐഡിയയാണ് തിയറി ഓഫ് ഓപ്പോസിറ്റ്സ്, അതായത് യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് പറയും. രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഓപ്പോസിറ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു കണക്ട് ചെയ്യുന്ന ഒരേ ഒരു കോമൺ ലിങ്ക് കാണും അതിനെ കണക്ട് ചെയ്യുന്നത്. അതാണ് തിയറി ഓഫ് യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാര്യങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്രെഡും വൈഫും, അവർ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള രണ്ട് വ്യക്തികളാണ്, പക്ഷേ അവർ തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ട്, അതാണ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് തിയറി ഓഫ് ദി യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ ഓപ്പോസിറ്റ്സ് ആണെങ്കിലും അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫീൽഡ് കാണും, ഒരു കോമൺ ആയിട്ടുള്ളൊരു ലിങ്ക് കാണും, ഒരു കോമൺ ത്രെഡ് കാണും. അതാണ് ഇവിടെ തിയറി ഓഫ് ദി യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഇതിനകത്ത് എസ്സേ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഓപ്പോസിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൂക്ക് പറയാം. ബ്രൂക്കും വെസ്റ്റ് റണ്ണിങ് ബ്രൂക്കും ഈസ്റ്റ് റണ്ണിങ് ബ്രൂക്കും അതുപോലെ തന്നെ ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇതിനകത്ത് മെയിനായിട്ട് എഴുതേണ്ടത്. പിന്നെ അതായത് നമ്മൾ ബിഗിനിങ്സിലോട്ടാണ് പോകുന്നത്, പക്ഷേ നമ്മൾ ഡെത്തിലോട്ടാണ് നീങ്ങുന്നതെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് ടു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ബാക്ക് ടു അവർ സോഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ആ ഒരു എംപ്റ്റിനെസ്സിനെ കളഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ ഡിസയറിലോട്ട് മൂവ് ചെയ്യാനെന്നും. അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് ആൻഡ് അപ്സ് ആൻഡ് ഡൗൺസ് ആണുള്ളതെന്നും സുഖവും ദുഃഖവും ഉള്ളതെന്നും ആ രണ്ട് ഓപ്പോസിറ്റ്സ് വരുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്, ഓരോരുത്തരുടെ ലൈഫിലും ഓരോരോ, അതായത് ഓപ്പോസിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഓപ്പോസിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ലവ് എന്നുള്ളൊരു ഫാക്ടറാണ് നമ്മളെ പിടിച്ച് നിർത്തുന്നതെന്നുള്ളതും. അപ്പോൾ ഈ കാര്യങ്ങളാണ് കോൺട്രഡ്നസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്സ് ഈ ഒരു പോയതിനകത്ത് എങ്ങനെയാണ് വർക്കൗട്ട് ആയെന്ന് ചോദിക്കുമ്പം ഇത് വേണം എഴുതി വെക്കാൻ. ഇത്രയും പോയിന്റ്സ് വേണം ഇതിനകത്ത്, ഇത്രയും ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ആൾ.